ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് റിവ്യൂ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി നമ്മളൊരു ടെക് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മൊബൈൽ ഫോൺ അൺബോക്സിങ് റിവ്യൂ ആണ്. ഞാൻ ഇത് നേരത്തെ അൺബോക്സിങ് ചെയ്തതാണ്. ഒരാഴ്ച ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ നിങ്ങൾ പറക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മോട്ടോ G85 മൊബൈലാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരാഴ്ച യൂസ് ചെയ്തതാണ് കേട്ടോ. ഒരുപാട് നാളായി ഇതേപോലെ ഒരു ടെക് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒന്നാവാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഫുൾ ഡീറ്റെയിൽ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു ടെക് വീഡിയോയിലോട്ട് ഇടാക്കാം. മൊബൈലിൽ വരുന്ന ബോക്സ് ഇതേപോലെ ആയിട്ടാണ് വരുന്നത്. നല്ല അടിപൊളി പാക്കിങ്ങിലായിട്ട് തന്നെയാണ് സംഭവം വന്നിട്ടുള്ളത്. ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെയായിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ അതിൻ്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത്. ഞാൻ നേരത്തെ അൺബോക്സിങ് ചെയ്തതായിരുന്നു, ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അടിപൊളി പാക്കിങ്ങിലായിട്ട് തന്നെയാണ് അത് സംഭവം ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അടുത്ത ബോക്സ് ഓപ്പൺ തന്നെയായിട്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ചാർജർ കേബിളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ അവിടെ തന്നെ മാനുവലും അതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. C ടൈപ്പ് കേബിളാണ്. 33 വാൾട്ടിൻ്റെ ചാർജർ അഡാപ്റ്ററാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ മൊബൈൽ ഓപ്പൺ ആക്കുമ്പോഴായിട്ട് തന്നെ നമുക്ക് ഇതിലെ പോലെ ആയിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. കവറോടെ തന്നെയാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരത്തെ അൺബോക്സിങ് ചെയ്തതായതുകൊണ്ടാണ് മൊബൈൽ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പകുതിയും. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഉണ്ട്, അതോടൊപ്പം 2-3 കളറൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കളറൊക്കെ അവൈലബിൾ ആണ്. ലെതർ ഫിനിഷ് വരുന്നതും ഉണ്ട്. ഇത് ലെതർ ഫിനിഷ് വരുന്നതല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ലൈറ്റ് വെയിറ്റ് മൊബൈലാണ് കേട്ടോ ഇത്. അതോടൊപ്പം തന്നെ 7.59 mm തിക്നെസ് ആണ് ഇതിൻ്റെ വരുന്നത്. അതോടൊപ്പം തന്നെ 172 ഗ്രാം ആണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. ഡ്യുവൽ നാനോ സിം ആണ്. മെമ്മറി കാർഡ് ഇടാൻ്റെ ഓപ്ഷൻ വന്നിട്ടില്ല. ഈ മൊബൈലിന്റെ പെർഫോമൻസ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 6X Gen 3 പ്രൊസസ്സറാണ്. ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോഴായിട്ട് തന്നെ സ്മൂത്തും ആണ് സോഫ്റ്റും ആണ്. ഇതിൽ LPDDR4 റാം ആണ് വരുന്നത്. USF 2.2 സ്റ്റോറേജ് വന്നിട്ടുണ്ട്. അതോടൊപ്പം റാം ബൂസ്റ്റ് വേണ്ടിയിട്ട് 3.0 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ റാം ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതുവഴി. മൊബൈൽ സ്മൂത്തിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൈസാണ്, അടിപൊളിയായിട്ട് തന്നെ സ്മൂത്തിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം സൗണ്ടൊക്കെ പൊളിയാണ് കേട്ടോ. ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.65 ഇഞ്ചാണ്. ഫുൾ HD പ്ലസ് ആണ് കേട്ടോ. 120 ഹെർട്സ് ആണ്. 1600 ആണ് ഇതിന്റെ ബ്രൈറ്റ്നസിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതോടൊപ്പം മൊബൈൽ കർവാണ് കേട്ടോ. ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് മൊബൈലിന്റെ ഡിസ്പ്ലേയിലാണ് വരുന്നത്. ഇതിൽ 5000 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. 33 വാൾട്ടിന്റെ ചാർജർ അഡാപ്റ്ററാണ് വന്നിട്ടുള്ളത് കേട്ടോ. മൊബൈൽ ക്യാമറയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 50 MB സോണി ക്യാമറ വരുന്നുണ്ട്. 8 MB വൈഡ് പ്ലസ് മാക്രോ വരുന്നുണ്ട് കേട്ടോ. സെൽഫി ആണെങ്കിൽ 32 MB ആണ്. ഫ്രണ്ടിലും ബാക്കും ക്യാമറ ആയിട്ട് നമുക്ക് 4K സപ്പോർട്ട് അല്ല. 4K വേണമായിരുന്നു അല്ലേ, ഇതിൽ 4K സപ്പോർട്ട് അല്ല കേട്ടോ. വീഡിയോ ആണെങ്കിൽ 180p നമുക്ക് മാക്സിമം നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്ലിപ്പിൽ തന്നെ ഈ മോട്ടോ G85 മൊബൈലിലെടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്പും അതോടൊപ്പം കുറച്ച് ഫോട്ടോസും ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് കണ്ടിട്ട് നിങ്ങൾ ക്യാമറയിൽ ഒന്ന് അഭിപ്രായം പറയാം കേട്ടോ. ഇതൊക്കെ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്പാണ് കേട്ടോ. ഇത് കണ്ടില്ല, നല്ലതായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ബ്ലറാക്കിയിട്ടുണ്ട്. അത് അടുത്ത് പോയി എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ബ്ലറാക്കി കിട്ടുകയുള്ളൂ. ഇത് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. സൂം ചെയ്തപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ല. ഈ പ്രൈസിന് ക്യാമറയിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് തന്നെ വെയിലടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു സാച്ചുറേഷൻ കൂട്ടി കാണിക്കുന്നതാണ് വീഡിയോ. അല്ലാതെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അല്ലാതെ മൊബൈലിൽ എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത് അത് മാത്രമാണ്. പിന്നെ ഇത് ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ അതൊക്കെ നൈസാണ്. പിന്നെ ഇരുട്ടത്തൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ചെറിയതായിട്ട് പിരിവിരിപ്പൊക്കെ നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസിൽ അത്ര സീനില്ല. പക്ഷേ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ചെറിയ ഇരുട്ടത്തിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കൊള്ളൂല കേട്ടോ. പിന്നെ നമ്മുടെ ഈ മൊബൈലിൽ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് വോയിസോടെ വേണമെന്നുണ്ടെങ്കിൽ വോയിസ് ഓൺ ആക്കാം. വോയിസ് വേണ്ട, അല്ലാതെ നോർമൽ വീഡിയോ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഓഡിയോ ഓഫ് ആക്കാനായിട്ട് പറ്റും. ഡിസ്പ്ലേ ഒക്കെ അടിപൊളിയാണ്. നമുക്ക് വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഇതിൽ കൂടെ കാണാനായിട്ട് പറ്റും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അൺബോക്സിങ് റിവ്യൂ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ഇഷ്ടപ്പെട്ടു എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോ G85 5G മൊബൈല്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങാം.
അതോടൊപ്പം തന്നെ ഇത് പെയ്ഡ് പ്രൊമോഷനേ അല്ല, ഫസ്റ്റ് ഇൻട്രോയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, അല്ലാതെ നമ്മുടെ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിയപ്പം ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ ഇനി ഇതുപോലുള്ള ടെക് വീഡിയോസും അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗും അല്ലാതെ വ്ളോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലായിരിക്കും നമ്മുടെ കിടിലം വീഡിയോസ് ഒക്കെ വരുന്നത്. ഇനി കുറേ അധികം ടെക് വീഡിയോസ് ഒക്കെ വരാനിരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ആയിട്ട് നമ്മൾ ഉടനെ തന്നെ സെറ്റ് ചെയ്യും. സോ ഗൈസ്, ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ.